ഇനി നമ്മൾ അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്ന് രണ്ടുപേരാണ് അതിഥികളായി നമുക്കൊപ്പം ചേരുന്നത്. അമൃത പി നായരും ഹിമ മണികണ്ഠനും. യോഗ, ഫേസ് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നേടി ക്ലാസുകൾ നയിക്കുന്നവരാണ് രണ്ടുപേരും. ഇപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് സമത്വ എന്ന പുതിയ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. രണ്ടുപേർക്കും സ്വാഗതം ന്യൂസ് 3യിലേക്ക്. സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യം ഹിമയിലേക്ക് പോകുന്നു. ഹിമ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഒന്ന് മാറി ചെയ്യണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കല്ലാതെ അതിനൊരു റിലീഫിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മാറി ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കും യോഗ എന്ന് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് വിശദമായൊന്നും അവർക്ക് അറിയുണ്ടാവില്ല. എന്ത് ചെയ്താലാണ്, എങ്ങനെയാണ് റിലീഫ് എന്നൊക്കെ അതിനു വേണ്ടി കൃത്യമായൊരു ട്രെയിനർ ഉണ്ടാകേണ്ടത് ഉറപ്പായും ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഈ ഒരു സംരംഭത്തിലേക്ക് കടക്കുന്നത്? നമസ്കാരം. പറഞ്ഞതുപോലെ തന്നെ യോഗയെക്കുറിച്ച് ഇപ്പോഴും വളരെ ഡീറ്റെയിൽ ആയിട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ടോ ഒന്നും അറിവുകൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സാധ്യത ഈ ഒരു കാലഘട്ടത്തിലും വളരെ കൂടുതലാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ തരത്തിലുള്ള സ്ട്രെസ്സിലാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളാണെങ്കിൽ പോലും ഒരുപാട് സ്ട്രെസ്സിലാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാനും അമൃതയും കൂടെ ചേർന്നിട്ട് സമത്വ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. അമൃത ഹാൻഡിൽ ചെയ്യുന്നത് മൈൻഡ് തെറാപ്പിയും പിന്നെ മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹത്ത യോഗ, അതായത് ആസനാസും മെഡിറ്റേഷൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രീത്തിങ്ങുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നിക്സുകളുണ്ട്. ടെക്നിക് മീൻസ് ജിമ്മിൽ പോകാൻ നമുക്ക് കരാട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടുതലും ചെയ്യുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്സിനാണ് കോൺസെൻട്രേഷൻ കിട്ടുന്നത്. ഒരിടത്തും നമുക്ക് ഇത് രണ്ടിനും കൂടെ ഉള്ളൊരു പരിഹാരം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ബോഡിയുടെയും മൈൻഡിൻ്റെയും ഒരു ഹാർമണിയാണ്. അപ്പം അത് രണ്ടും ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ചേർന്നിട്ട് സമത്വം എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ശരി, അമൃതയിലേക്ക് പോകാം. അമൃത, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ടുപേരും കൂടി എങ്ങനെയാണ് ഒന്നിച്ചത് എന്നുള്ളതാണ്. ആളുകളുടെ ആവശ്യം അനുസരിച്ച്, അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിൽ പോയാൽ ചിലപ്പോൾ നമുക്ക് മൈൻഡിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പം നിങ്ങൾ രണ്ടും കൂടി ചേർന്നാൽ ഒരു നല്ല കാര്യം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന ഒരു തോട്ട് വന്നത് എവിടെ നിന്നായിരുന്നു? അതെ, ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ ഹിമ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ശാലിൻ ചേച്ചി, എല്ലാവർക്കും അറിയാമായിരിക്കും, ഐ ഫ്രൂട്ട്, എൻ്റെ ചോറ്റുപാത്രം കോൺസെപ്റ്റൊക്കെയുള്ള ശാലിൻ ചേച്ചി വഴിയാണ് നമ്മൾ ഒരുമിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു പെൺമാ പെരുമ. ആ പെൺമാ പെരുമ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൻ്റെ എത്തിയപ്പോഴാണ് നമുക്ക് അതിഥിയായി കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതെ 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 ആ ചേച്ചിയുടെ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഈ പെൺമാ പെരുമ എന്ന് പറയുന്നത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നു, അതിലേക്ക് ഹിമയും വന്നു. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും ഒരുമിക്കുന്നതും നമ്മുടെ കോൺസെപ്റ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് മുന്നോട്ടൊരു പുതിയ പ്രോജക്റ്റായിട്ട് സമത്വ ആയിട്ട് മുന്നോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഹിമ അതിലേക്ക് ആളുകൾ വരുമ്പോൾ, ഇപ്പോൾ ഓൺലൈനായാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്? അതായത് രണ്ടുപേരും ഒരേ സെഷൻ, ഒരു സമയം, അങ്ങനെയൊക്കെയാണോ? അല്ല, നോർമലി നമ്മളിപ്പോൾ 45 മിനിറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്നുകിൽ അവരുടെ സൗകര്യം അനുസരിച്ചിട്ട് ആദ്യം അമൃതയുടെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ, കൂടുതൽ നമുക്കിപ്പോൾ ഉള്ളത് ഓൺലൈനാണ്. അല്ലാന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റോ അല്ലെങ്കിൽ സ്കൂളുകളിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് പോയി സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയുണ്ട് അമൃത വളരെ റെസ്പോൺസ്? അത് നമുക്ക് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വളരെ സാറ്റിസ്ഫാക്ടറി ആണ്. കാരണം വളരെ സന്തോഷമാണ്. എല്ലാവരും ഈ സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ, കാരണം ഞാൻ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരാളുടെ ഒരു ലൈഫിലൊരു റിലീഫ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് എല്ലാവരുടെയും റെസ്പോൺസ് കേൾക്കുമ്പോൾ. ആർക്കും നമ്മൾ ന്യൂസ് 3യിലൂടെ അതിഥികളെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ അനുഭവങ്ങളാകുമ്പോൾ അത് അവർക്ക് കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ അനുഭവമുള്ളവരും ഉണ്ടല്ലേ, അപ്പോൾ അവരും ഓക്കെ ആയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഉദ്ദേശമാണ്. അപ്പോൾ അമൃത പറഞ്ഞ ആ സിറ്റുവേഷനിൽ നിന്നും വന്നപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാം. എങ്ങനെയായിരുന്നു ഇത് സെലക്ട് ചെയ്തത്?
ഇതിലേക്ക് വന്നത്? അപ്പം ഞാൻ ഫസ്റ്റ് ഒരു കോളേജ് ടൈം, ആ ഒരു ടൈമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാത്തിലും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അതിനുശേഷം മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഫുള്ളി ഒരു അടഞ്ഞു മൂടിപ്പോയ ഒരു അവസ്ഥയായിരുന്നു. കാരണം എന്താണ് ഏതാണ് നമുക്ക് പുറം ലോകം തന്നെ എനിക്ക് മറന്നുപോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ മേഖല എന്തായിരുന്നു ആദ്യം? ഞാൻ MBA HR പഠിച്ച ഒരു വ്യക്തിയാണ്. MBA HR IT രണ്ടും സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലോബൽ സേഫ്റ്റി സൊല്യൂഷനിൽ എന്ന് പറയുന്ന ഒരു കമ്പനി വർക്ക് ചെയ്തു. ദെൻ ദൂരദർശനിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എന്നിട്ട് മറ്റൊരു കാലത്തിൽ ഒരു ഘട്ടത്തിലേക്ക് കടന്നപ്പോഴേക്കും കുറച്ച് ജീവിതത്തിൻ്റെ കുറച്ച് ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഈവൻ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഡിപ്രഷൻ എനിക്ക് തോന്നുന്നു ചുറ്റിനും ഉണ്ടായിരുന്നവർ പോലും മനസ്സിലായിട്ടുണ്ടാവണം എന്ന് എനിക്കറിയില്ല, അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ നിന്ന് എനിക്ക് മുന്നോട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ്, എനിക്ക് സെൽഫായിട്ട് എനിക്ക് മുന്നിലേക്ക് വരണം. ആ ഒരു തോട്ടാണ് ഡിപ്രഷനിൽ നിന്നും സ്ട്രെസ്സിൽ നിന്നും എന്നെ കരകയറ്റാനായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഞാൻ സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അതിലെനിക്ക് വലിയ റിലീഫ് ഉണ്ടായി. അപ്പോൾ അത്തരം ഞാൻ സ്വയം പ്രാക്ടീസ് ചെയ്ത ആ ഒരു റിലീഫിലൂടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഓക്കെ. ഹിമയും എനിക്ക് തോന്നുന്നു അമൃതയും തമ്മിലുള്ള താരതമ്യമുള്ള സാമ്യം ഒരു കാര്യമാണ് പഠിച്ചത് എന്നുള്ളതാണ് അല്ലേ? എന്നിട്ട് രണ്ടുപേരും ഇതിലേക്ക് വന്നു. അപ്പൊ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്ന് ഹിമ എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തത്? നമ്മളിപ്പോ പറയുന്ന പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, കലാപരമായി പോകാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകാം. യോഗയിലേക്ക് എങ്ങനെയാണ്? ഓക്കെ. അപ്പൊ നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത് വരുന്ന പല ആളുകളും ഒരുപാട് സ്ട്രെസ്സും എന്താണ് ഡിപ്രഷനും ഒക്കെ ഉള്ള ആളുകളാണ്. നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ് ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല. ഒരാൾക്ക് സാമ്പത്തികമായിരിക്കാം, മറ്റുള്ളവർക്ക് ഫാമിലി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരാളുടെ ജീവിതം അപ്പം നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ സ്ട്രെസ്സിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. നമുക്കൊരിക്കലും പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതല്ല, നമുക്ക് എങ്ങനെ ആ പ്രശ്നങ്ങളെ ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ സമത്വയിലൂടെ ബോഡിയും മൈൻഡും ഒരുപോലെ ഹെൽത്തി ആക്കിക്കൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ വളരെ ആരോഗ്യപരമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ്. ഹിമ പറഞ്ഞുകൊണ്ട് വന്ന ഹിമ എങ്ങനെയാ വന്നത്? അമൃത പറഞ്ഞതുപോലെ ഞാൻ MBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എബ്രോഡാണ് ഞാൻ ചെയ്തത്, ഓസ്ട്രേലിയയിലാണ് ചെയ്തത്. അപ്പോൾ 2016 അവിടെയൊക്കെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്ന് സെറ്റിൽ ആവുകയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ചപ്പാത്തി കാസ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഷോപ്പ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു 70 വെറൈറ്റീസ് ഓഫ് ചപ്പാത്തി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നേരെ ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊറോണ ടൈം വന്നപ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ, പിന്നെ പ്രശ്നം. അപ്പോൾ അങ്ങനെ അത് വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ആ സമയത്ത് ഞാൻ വളരെ ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അത് തൽക്കാലത്തേക്കെങ്കിലും എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്കത് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ഒരു മാസം ഗ്യാപ്പ് എടുത്തു. എനിക്കൊരു കുഞ്ഞു മോനാണ് ഉള്ളത്. അന്ന് ആ സമയത്ത് മോൻ 8 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ അച്ഛൻ്റെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഒരു മാസം ശിവാനന്ദ ആശ്രമത്തിൽ പോയി ചെന്ന്, നെയ്യാറ്റിൻകരയാണ് ആശ്രമം വരുന്നത്, അവിടെ ഒരു മാസത്തോളം അവിടെ പോയി നിന്ന് ഞാൻ ഈ TTC കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ഞാനെന്ന് പറയുന്നത് അതിന് മുന്നേ ഉള്ള ഞാനും രണ്ടാണ്. രണ്ട് വ്യക്തികളാണ് എക്സാക്ട്ലി. അപ്പം അത് എന്നെ എത്രത്തോളം മാറ്റി എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും പലരും എന്നല്ല എല്ലാവരും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത്തരം ട്രാൻസിഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പം നമുക്കത് എങ്ങനെ കൊടുക്കാൻ പറ്റും, അവർക്ക് ആ ഒരു ഐഡിയ എങ്ങനെ കൊടുക്കാൻ പറ്റും, എങ്ങനെ അവരെ ഒരു മൈൻഡ്ഫുൾ ഒരു വെൽബീയിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ശാലിൻ ചേച്ചിയുടെ ഒപ്പം ഉള്ള അമൃതയെ കാണുന്നത്. അവിടെ ഒരു കൂട്ടായ്മ വരും. അപ്പോൾ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ആസനാസം അല്ലെങ്കിൽ പ്രാണായാമം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടിയും അമൃതയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അമൃതയുടെ അടുത്ത് വരുന്ന ആളുകൾക്ക് എൻ്റെ കുറച്ചുകൂടിയും കോൺട്രിബ്യൂഷൻ എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഇവിടെ വരുന്നു, എല്ലാം മേടിച്ചിട്ട് പോവാം. അല്ല, അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഒരാൾക്ക്, ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ മനസ്സും ശരീരവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മനസ്സിന് മാത്രം കൊടുക്കുക എന്നതിന് അപ്പുറം ശരീരത്തും മനസ്സും ഒരുമിക്കുമ്പോഴാണ് ഒരു വ്യക്തി കംപ്ലീറ്റ് ആവുക. എന്നാലേ അവർക്ക് അവരുടെ ലൈഫിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഹിമയെ കൂടെ കിട്ടിയപ്പോഴേക്കും നമ്മളൊരു പുതിയ തുടക്കമായി. ശരി. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും, പക്ഷെ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു
അല്ലെ? അതാണ് അതിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും മുഖത്തുണ്ട് ആ ഒരു പോസിറ്റീവ് വൈബ്. അപ്പോ അമൃത ഈ നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ്ഫുൾനെസ് എന്നൊരു വാക്ക് പറഞ്ഞു. എന്താണ് സംഭവം എന്ന് പലർക്കും അറിയണ്ടാവില്ല. ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, പക്ഷെ ഞങ്ങൾക്കൊന്നും അറിയില്ല. യോഗ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് അറിയാം. പിന്നെ അപ്പുറത്തേക്ക് മെഡിറ്റേഷൻ, ഇത് എന്താണ്, ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാമോ? എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ജീവിക്കുന്നത് പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഈ മൊമെൻറ്റിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നീ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ആലോചിച്ചിട്ട് ആദ്യമാണ് എല്ലാവർക്കും. പക്ഷേ മൈൻഡ്ഫുൾനെസ്സിൽ നമ്മുടെ സെൻസറി ഓർഗൻസിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാണുകയാണ് നമ്മൾ ചെയ്യുന്ന ചുറ്റിനുള്ളത്, പക്ഷെ നമ്മളതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ തോട്ടിനെ നമുക്ക് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. മൈൻഡ്ഫുൾനെസ്സിലൂടെ നമ്മുടെ സെൻസറി ഓർഗൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ കേൾവിയെ, അത് നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനും പല ശബ്ദങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ നമ്മളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ മണം, നമുക്ക് ചുറ്റിനുള്ള ഗന്ധം, ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരുന്നത്. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സെൻസസ് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ പ്രസൻറ്റ് തോട്ട് നമുക്ക് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ പ്രസൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മെഡിറ്റേഷനിലേക്കാണ്. ആ പ്രസൻറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് മൈൻഡ്ഫുൾനെസ്. വളരെ ആക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ പ്രസൻറ്റിൽ തന്നെ നിർത്തി നമുക്ക് ലൈഫ് വളരെയധികം എൻജോയ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഞാൻ ചോദിക്കുന്ന ഈ ആദ്യത്തെ ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ആദ്യത്തെ ഘട്ടം എന്ന് പറയാം. ആദ്യത്തെ ഒരു ഘട്ടം നമ്മൾ ക്ലെൻസ് ചെയ്തെടുക്കുകയാണ്. അതെ. അപ്പോൾ ഈ ക്ലെൻസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങളോട് പറയൂ, എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും പറയുന്നുണ്ട് എല്ലാവരും. ആ റെസ്പോൺസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ? കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് തന്നെ. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു യൂസ്ഫുൾ ആണ്, നമുക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. നേരത്തെ സംസാരിച്ചപ്പോൾ അമൃത പറഞ്ഞത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ 100,000 കാര്യങ്ങൾ ആലോചിക്കും, കഴിഞ്ഞതായിരിക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ഈ വണ്ടി ഓടിക്കുകയാണെന്നുള്ളത് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ അതെ. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, നമ്മൾ എത്ര വസ്തുക്കൾ നമുക്ക് അവിടെ ഇരിപ്പുണ്ടാവും, നമ്മൾ എത്ര ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. സത്യം. നമ്മളൊന്നും കാണുന്നില്ല. ചിലപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് പോലും നമ്മൾ ഓർക്കുന്നുണ്ടാവില്ല. ഞാനിങ്ങനെ നമ്മൾ കോൺഷ്യസ് അല്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും ആ മൊമെന്റിലല്ല ജീവിക്കുന്നത്. ആ മൊമെന്റിലല്ലാതെ ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണല്ലേ? നമ്മൾ കുറച്ച് നമ്മളൊന്ന് കോൺസെൻട്രേഷൻ, നമ്മളൊരു ഫോക്കസ് കൊണ്ടുവന്നാൽ മാത്രം മതി. നമുക്കൊരു വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല, നമ്മളൊരു ചെറിയ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഹിമ, നമുക്ക് ശരീരത്തിന്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് ഒരു ചെറിയ ബ്രേക്ക്. ന്യൂസ് 3 തുടരുന്നു. അമൃതയും ഹിമയും നമുക്ക് പോകണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മനസ്സിനെ കുറിച്ചാണ്. അപ്പം ഹിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ശരീരത്തിനെയാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഓൺലൈൻ, എപ്പോഴും എനിക്കൊരു സംശയം തോന്നാറുണ്ട്, അങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ് യോഗയിൽ വരുമ്പോൾ ഈ പോസ്റ്റേഴ്സൊക്കെ എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്ലാസ്സുകൾ കൊടുക്കുന്നത്? ഓക്കെ, കൂടുതൽ അറിയാമല്ലോ, എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനാണ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത്, തുടക്കത്തിൽ 1-2 ദിവസം ഡയറക്റ്റ് ഒന്നിയിൽ അവരുടെ സ്ഥലത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രമിസിലേക്ക് അവരെ വിളിക്കുകയോ ചെയ്യും. എന്നിട്ട് ബേസിക്കായിട്ടുള്ള ഈ പറയുന്ന ആസന പോസ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ആസനാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാടുണ്ട്. ശീർഷാസന മുതൽ ചൈൽഡ് ആസന വരെ, അങ്ങനെ ഒരുപാട് ആസനാസം ഉണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവുക എന്ന് പറയുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിലൂടെ മാത്രമേ നമുക്ക് മൈൻഡിനെ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈ മൈൻഡ് ഫ്ലെക്സിബിലിറ്റി പോലെ ഇരിക്കും. അപ്പം അതിന് ഒരുപോലെ സഹായിക്കുന്നതാണ് ഈ ആസനാസ്. അതിനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് വരുന്നതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കോൺസെൻട്രേറ്റ്. ഓക്കെ, ഞാൻ ഇപ്പം ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് വൈറലായിരിക്കുന്നതാണ് ഫേസ് യോഗ. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടല്ലേ, ഫേസ് യോഗയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. യൂട്യൂബൊക്കെ എടുത്ത് സ്വന്തമായിട്ട് തന്നെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫേസ് യോഗ എത്രത്തോളം ഗുണകരമാണ്? അതിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും? അത് ബുദ്ധിമുട്ടാണ്. യൂട്യൂബ് നോക്കി നമുക്കതൊരു ഫേസ് യോഗ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് ഞാനാണ് ഫേസ് യോഗ എടുക്കുന്നത്.
ഓക്കെ, നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് നമ്മളൊരു ഇതിനെ ചെയ്യാൻ തുടങ്ങിയാൽ അത് കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല അത് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ ഫേസിലുള്ള മസിൽസ്, ഫേസിലും നെക്കിലുമായിട്ട് ഒരു 57 സോഫ്റ്റ് മസിൽസ് ആണുള്ളത്. അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന എക്സസൈസുകൾ അത് പ്രോപ്പറായി തന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേസ് യോഗ ചെയ്യുമ്പോൾ അതൊരു കറക്റ്റ് വേയിൽ തന്നെ ചെയ്യണം. നമുക്ക് ഓരോന്നിനുണ്ട്, ഐസിന്, നോസിന്, നമ്മുടെ ഈ ഡബിൾ ചിൻ വരുന്നതിന്, അങ്ങനെയൊക്കെ എക്സസൈസുകളുണ്ട്. അതുപോലെ നമ്മൾ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളല്ല. അപ്പോൾ അത് എടുക്കുമ്പോൾ അത് വളരെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് തന്നെ എടുക്കണം. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുമ്പോൾ ഓരോന്നിനും പല പല രീതിയിലൊക്കെ ആയിരിക്കും കൊടുത്തേക്കുക. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണോ ഇതാണോ അതാണോ എന്നൊക്കെ ഉള്ളത്. ഒരു ബേസിക് ആയിട്ട് നമ്മളൊരു അറിവ് നേടിയതിന് ശേഷം മാത്രം ഈ ഫേസ് യോഗ പോലെയുള്ളത് ചെയ്യുക. ശരി, ഹിമ നേരത്തെ പറഞ്ഞു ഹിമ പുറത്ത് പഠിച്ചു, അതിനുശേഷം വന്നിട്ട് സംരംഭകത്വത്തിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു. ഇതിനിടയ്ക്ക് ഒരു പുസ്തകം എഴുതി, അതിനെക്കുറിച്ച് കൂടി പറയാം. അത് ആക്ച്വലി ഇത് റിലേറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ പറഞ്ഞ യോഗ ജേണിയുടെ കൂട്ടത്താണ്. അപ്പോൾ ഞാൻ ഈ ഒരു മാസം മാറി നിന്ന സമയത്ത് അത് എന്നെ വല്ലാണ്ട് ട്രാൻസിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ എൻ്റെ കഥ, ഞാൻ എഴുതിയത് 9 കഥകൾ ചേർന്നിട്ടുള്ള കഥാസമാഹാരമാണ്. ഞാനിവിടെയുണ്ട് എന്നാണ് കഥയുടെ പേര്. അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത് 9 വസ്തുക്കളാണ് ഈ കഥയെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വേദാന്ത ക്ലാസ്സുകൾ, അതിൻ്റെയൊക്കെ ഒരു ബേസിൽ എന്താണ്, നമുക്ക് ചുറ്റുമുള്ള ഒരു പൂച്ചയോ ഒരു സ്കൂട്ടറോ ഒരു മാലയോ ഒക്കെ നമ്മളെപ്പോലെ നമ്മളെ വീക്ഷിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജീവൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ അവരെങ്ങനെ നോക്കിക്കാണും, ആ രീതിയിൽ ആലോചിച്ചിട്ടാണ് അല്ലേ, നമ്മുടെ ഒരു വിശ്വാസമൊക്കെ അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ള എല്ലാത്തിനും ജീവനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. ഞാനിവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ കഥ. ഞാനിവിടെയുണ്ട്, നല്ല പേര്. അപ്പൊ ഞാൻ ചോദിക്കുന്ന എഴുത്തിപ്പോഴും തുടരുന്നുണ്ട്? തീർച്ചയായിട്ടും തുടരുന്നുണ്ട്. അടുത്തൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ പണിപ്പുരയിലാണ്. ഓ ശരി, അപ്പൊ എല്ലാവിധ ആശംസകളും ഹിമയ്ക്ക്. അമൃതയ്ക്കും പുസ്തകമുണ്ട്? ഉണ്ട്. ഞാൻ പോസിറ്റിവിറ്റി വിൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇത് എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഫുൾ ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും, ഹൗ ടു ബി പോസിറ്റീവ് എന്നാണ്. എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഇതുപോലെ ഈ പറഞ്ഞതുപോലെ സ്ട്രെസ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത് തന്നെയാണ്. കാരണം ഞാൻ കടന്നു വന്ന വഴികളിൽ കിട്ടിയ ഒരു പ്രചോദനമാണ് ഈ പോസിറ്റിവിറ്റി വിൻസ് എന്നൊരു പുസ്തകത്തിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു. അതെ, നമ്മൾ ഈ സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഞാനാണെങ്കിലും മനസ്സിൽ എപ്പോഴും ഒരു സ്ത്രീയുടെ മുഖമായിരിക്കും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, അങ്ങനെയായിരിക്കും വരിക. പക്ഷേ സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ഈ സ്ട്രെസ്സും അല്ലെ അവരുടേതായിട്ടുള്ള ചിന്തകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെഷൻ കൊടുക്കുമ്പോൾ ഈ പുരുഷന്മാർ കൂടുതൽ വരുന്നുണ്ടോ അല്ലെങ്കിൽ സ്ത്രീകളാണോ കൂടുതൽ വരുന്നത്? എങ്ങനെയാണ് അവരുടെ ഒരു റേഷ്യോ വരുന്നത്? കൂടുതലും വരുന്ന സ്ത്രീകളാണ്. പക്ഷെ നമ്മൾ എന്താ നോട്ടീസ് ചെയ്യപ്പെടാതെ പോകുന്നത് പുരുഷന്മാരാണ് ശരിക്കും. നമ്മൾ സ്ത്രീകൾക്ക് പലപ്പോഴും നമ്മുടെ ഇമോഷൻസ് കാണിക്കാനായിട്ട്, എക്സ്പ്രസ് ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. നമുക്ക് കരയാം, നമുക്കൊന്ന് ദേഷ്യപ്പെടാം, ഒത്തിരി നമുക്ക് കാര്യങ്ങളുണ്ട്. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അവരെ എന്താണ് ഒരു കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കരയാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, ഈ മൂഡ് സ്വിങ്സ് ഒക്കെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അത് പുരുഷന്മാർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്, പക്ഷെ അവർ അത്രത്തോളം എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന, നമുക്ക് ഇപ്പൊ റീസെന്റ് ഉള്ള ന്യൂസുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാം 37-30 വയസ്സൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഹാർട്ട് അറ്റാക്കും മറ്റ് അസുഖങ്ങളും വന്നിട്ട് മരിക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഒന്നും ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ച് അവരുടെ സ്ട്രെസ്സും കൂടുതലാണ് പുരുഷന്മാർക്ക്. പലപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും വരാറുണ്ട്. നമ്മൾ ഈ കോർപ്പറേറ്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, സെഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നും കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ല എന്നൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതാണ് കേട്ടോ. ശരിക്കും നമ്മൾ പണ്ടൊക്കെ പറയാറില്ല ടെൻഷൻ, സ്ട്രെസ്സാണ്, ഡിപ്രഷനാണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഓരോ കുഞ്ഞുങ്ങളും അവർ പറയുന്നത് നമുക്ക് അറിയില്ലായിരുന്നു ശരിക്കും അതെങ്ങനെയാണെന്ന്. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾ ഡിപ്രഷൻ എന്ന വാക്ക് വരെ യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്രഷൻ എന്നുള്ളൊരു വേർഡ് ഒരു വൈഡ് ആയിട്ടുള്ളൊരു വേർഡാണ്. ഏറ്റവും പീക്ക് സ്റ്റേജിൽ പറയുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾ അത് വരെ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആർട്ട് തെറാപ്പി കൊടുക്കുന്നുണ്ട്. ആർട്ട് തെറാപ്പി ആസനാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഈ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അവരെ ഒന്ന് കാം ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള പ്രാണായാമ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെ മനസ്സും ശരീരവും ഒരുപോലെ കാം ചെയ്യാനായിട്ട്. എന്തായാലും യോഗ ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ തികയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമുക്ക് ഒരു ദിവസം കൂടി ഇരിക്കാം. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് എടുക്കാം. കാരണം ഞങ്ങളുടെ പ്രേക്ഷകർ ഒരുപാട് പേര് അങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്ട്രെസ് ഉള്ളവരുണ്ടാവും. അപ്പോൾ അവരെ കൂടി നമുക്ക് അവർക്ക് വേണ്ടി കൂടി സംസാരിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ന്യൂസ് 3 പൂർണ്ണമാകുന്നതിനൊപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകൾ നേരെയാണ്. ഗംഭീരമായിട്ട് പ്രോജക്റ്റ് മുന്നോട്ട് പോട്ടെ. ഒരുപാട് പേരെ ഹീൽ ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. പുതിയ അതിഥികളും അറിവുമായി വീണ്ടും കാണാം. നമസ്കാരം.